പരിശുദ്ധമായ പരിപാവനമായ മുഹറം മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ചില ദിവസങ്ങളിലൂടെയൊക്കെയാണല്ലോ നമ്മൾ പോകുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറയാറുണ്ടല്ലോ. അതിൽപ്പെട്ട ചില ദുആ വസിയത്തുകളിൽ ഒന്നാണ്, ഉസ്താദെ ഭയങ്കര വസ്വാസാണ്, ഡിപ്രഷനാണ്, ടെൻഷനാണ്, അതുപോലെ തന്നെ മോശപ്പെട്ട ചിന്തകൾ വരുന്നു, ആത്മഹത്യ പ്രേരണ, ആത്മഹത്യ ചെയ്യണം, എനിക്കിനി ജീവിക്കേണ്ട, മരിക്കണം, അങ്ങനെയുള്ള പല പല മോശപ്പെട്ട ചിന്തകളൊക്കെ മനസ്സിൽ വരുന്നുണ്ട്. അതൊക്കെ മാറാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന നിരവധി ആളുകൾ കമൻറ്റിലൂടെ മാത്രമല്ല നേരിട്ടും പല ആളുകളൊക്കെ ചോദിക്കാറുണ്ട്. മോശപ്പെട്ട ചിന്തകളൊക്കെ മാറാൻ എന്ത് ചെയ്യണം? 3 കാര്യങ്ങൾ, 3 എളുപ്പ വഴികളുണ്ട്. ഇൻഷാ അല്ലാഹ് 3 കാര്യങ്ങൾ പറഞ്ഞു തരാം. അതെന്ത് ചെയ്യുക? നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പയറ്റി നോക്കുക, അതൊന്ന് ചെയ്തു നോക്കുക. എല്ലാവിധത്തിലുള്ള ശൈത്വാൻ പരമായ എല്ലാ ഉപദ്രവവും മാറും. അതോടൊപ്പം തന്നെ ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ ഒരുപാട് മഹത്തുക്കൾ വഫാത്തായി പോയിട്ടുണ്ട്. അതിൽ നമുക്കൊക്കെ സുപരിചിതനായ ഒരാളാണ് തവരത്തിലുള്ള മഹാനായ സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുല്ലാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഒരുപാട് കറാമത്തുകളുള്ള മഹാനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവചരിത്രം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൽ നിന്നും നമുക്ക് ജീവിതത്തിൽ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് വിശദമായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. അതോടൊപ്പം തന്നെ ഒരുപാട് ഗർഭിണികളായ സഹോദരിമാർ നമ്മുടെ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നവരാണ്, അല്ലെങ്കിൽ ക്ലാസ് കേൾക്കുന്ന വാപ്പമാരിൽ ഉമ്മമാരിൽ നിങ്ങളുടെയൊക്കെ പല മക്കളും മരുമക്കളോ പേരക്കുട്ടികളൊക്കെ ഇങ്ങനെ ഗർഭിണികളായിട്ടുണ്ടാകും. അപ്പോൾ അവരോട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത്, ആ സൂറത്തിനാണെന്ന് പറഞ്ഞു തരാം. അത് ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും നിങ്ങൾ പറയണം. അതോടൊപ്പം തന്നെ ചെറിയൊരു ഇസ്മുണ്ട്, ചെറിയൊരു ദുആയുണ്ട്. അതൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ കുട്ടികൾ വലിയ റാഹത്തുള്ള, വലിയ ആരോഗ്യമുള്ള, വലിയ സൗന്ദര്യമുള്ള, വലിയ സ്വഭാവ സവിശേഷതകളുള്ള നല്ല മക്കളായി മാറും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ഈ ക്ലാസ് മുഴുവനായി കേൾക്കാനും മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാനും ഈ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സമയം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ബറക്കത്തും സലാമത്തും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത നിരവധി ആളുകളുണ്ട്, അനവധി ഉമ്മമാർ ഉപ്പമാരുണ്ട്. അല്ലാഹു തആല നമ്മുടെയും അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറ്റിത്തന്ന് എല്ലാവിധത്തിലുള്ള ഖൈറും ബറക്കത്തും റാഹത്തും ജീവിതത്തിൽ ഉടനീളം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതിപ്രധാനപ്പെട്ട മുഹറം 9, 10 ദിവസങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് നമ്മളിലേക്ക് വരാനിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മൾ ഈ ഒരു ദിവസങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, അല്ലേ? ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്തു, ഇനിയൊക്കെ നമ്മൾ ചെയ്യാനിരിക്കുന്നു. അല്ലാഹു തആല എല്ലാം അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഹാജിമാരൊക്കെ അൽഹംദുലില്ലാഹ് പലരുമൊക്കെ എത്തിക്കഴിഞ്ഞു, ഇനിയും ഒരുപാട് ഹാജിമാർ എത്താനുണ്ട്. അല്ലാഹു തആല മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ അല്ലാഹു തആല മഖബൂലും മബ്റൂറുമായി സ്വീകരിക്കുമാറാവട്ടെ. നമുക്കുമൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്ന വർഷങ്ങളിലൊക്കെ അല്ലാഹു തആല ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാനുള്ള വലിയ തൗഫീഖ് അല്ലാഹു തആല പ്രദാനിക്കുമാറാവട്ടെ. അടുത്ത വർഷത്തെ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നീക്കേണ്ട ഒരു സമയത്തിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ശരിയാക്കി വെക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അറിവുള്ളവരോട് ആ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ഇനി വരുന്ന വർഷം ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും ആ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഈ മുഹറം മാസത്തിൽ ഞാൻ ആദ്യം തന്നെ ഒരു ദിക്ർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താണ് ഈ ദിക്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നിരവധി ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഉസ്താദെ ഞങ്ങൾക്ക് വസ്വാസാണ്. അപ്പോൾ അത് സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഒക്കെ ഉണ്ട്. ചെറിയ കുട്ടികൾ, ഇപ്പോൾ ഈ +2, +1 പഠിക്കുന്ന, അല്ലെങ്കിൽ 10ാം ക്ലാസ് പഠിക്കുന്ന, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരൊക്കെ ഫോണിൽ വിളിച്ച് ചോദിക്കാറുണ്ട്, എപ്പോഴും വസ്വാസാണ്. ബാത്റൂമിൽ കയറിയാൽ ഒരുപാട് നേരം ഇരിക്കും, ഒരുപാട് നേരം അവിടെ ഇരിക്കും. ഇപ്പോൾ നമ്മൾ ബാത്റൂമിൽ മലമൂത്ര വിസർജനം കഴിഞ്ഞിട്ട് വൃത്തിയാക്കൂലേ, നമ്മൾ കഴുകുന്ന സമയത്ത് കഴുകിയത് ശരിയായോ, കഴുകിയ വെള്ളം വീണ്ടും തെറിച്ചോ, ഇങ്ങനെ ഒരുപാട്. കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, അപ്പോഴാണ് എൻ്റെ ഈ ഭാഗത്ത് നനഞ്ഞിരുന്നോ, അവിടെ വെള്ളം എത്തിയോ, ഇങ്ങനെ ഒരുപാട് വസ്വാസ്. ഒതു എടുക്കുന്ന സമയത്ത് 3 പ്രാവശ്യം കഴുകുമോ, 4 ആയോ, 2 ആണോ, അപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരമൊക്കെ ചിലപ്പോൾ നിസ്കാരം തീരാറാവുമ്പോൾ അപ്പോൾ ചിന്ത, എൻ്റെ നിയ്യത്ത് വെച്ചായിരുന്നു, നിയ്യത്ത് ശരിയായോ, ഒതു എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ തല കടകയായിരുന്നു. ഇങ്ങനെ നിരവധി അനവധി വസ്വാസ് സംഭവം എല്ലാം ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഈ വസ്വാസ് ഇങ്ങനെ വരുന്നു.
അതുപോലെ തന്നെ ടെൻഷൻ വരുന്നു, അതുപോലെ തന്നെ ഡിപ്രഷൻ ആകുന്നു, എപ്പോഴും ഒറ്റയ്ക്കിരിക്കണം, എനിക്ക് ആരോടും മിണ്ടാൻ തോന്നുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ അതുപോലെ തന്നെ ചീത്ത ചിന്തകൾ വരുന്നു, മോശപ്പെട്ട ചിന്തകൾ വരുന്നു. അതുപോലെ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പ്രേരണ മനസ്സിൽ ആരോഗ്യം ഇങ്ങനെ, ഇനി എന്തിനാണ് ജീവിക്കുന്നത്, നമുക്കൊന്നും മരിച്ചാലോ, അങ്ങനെയൊക്കെ ആരോഗ്യം ഇങ്ങനെ പറയുന്നു. മോശപ്പെട്ട ചീത്ത പ്രവൃത്തികൾ ചെയ്യാനുള്ള ചിന്ത വരുന്നു. ഉസ്താദേ, ഞാൻ എന്ത് ചെയ്യും? ഒന്നാമത് നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ പിശാചിൽ നിന്നാണെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നല്ല, ഇതൊക്കെ ശൈത്താൻ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ആദ്യം ഓടിക്കേണ്ടത് അവനെയാണ്. ആദ്യം പിശാചിനെ ഓടിക്കണം. അതിനെപ്പോഴും ഇങ്ങനെയുള്ള ചിന്തകൾ വന്നാൽ ഉടൻ തന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ആ പുണ്യമായ വാക്ക് പറയണം. എത്ര വട്ടം പറഞ്ഞു? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ നെഞ്ചത്തൂതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട, ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്നും അല്ലാഹുവേ ഞാൻ കാവൽ ചോദിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അത് പറയാം. അതോടൊപ്പം തന്നെ ഇത്തരം മോശപ്പെട്ട ചിന്തകൾ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് എന്ത്? റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ എന്ന് മനസ്സിൽ തട്ടി അങ്ങോട്ട് പറയണം. എന്താ പറയേണ്ടത്? റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ എൻ്റെ അള്ളാഹിനെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഇസ്ലാമാണ് എൻ്റെ മതം, ആ ഇസ്ലാം ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ മൂന്ന് കാര്യം. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. ഈ ഒരു ദിക്ർ മറന്നു പോവണ്ട. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. മഹത്തുക്കൾ പറയുകയാണ്, ഇങ്ങനെ മോശപ്പെട്ട ചിന്തകളും മോശപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ ഓടി വരുന്നു. ആ സമയത്ത് നമുക്ക് പിശാചിനെ ഓടിക്കണോ, നമ്മുടെ മനസ്സ് ശാന്തമാക്കണോ, നമുക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവണോ, നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്നൊരു കാര്യമാണ് എന്ത്? സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് അൽ ഖല്ലാഖിൽ ഫആൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വല്ലാത്തൊരു ദിക്റാണ് ഈ ദിക്ർ. ഇൻഷാ അല്ലാഹ് മോശപ്പെട്ട ചിന്ത വരുമ്പോൾ മാത്രമല്ല, രാവിലെയും വൈകിട്ടും നമുക്കിത് പറയാം. ഒരു 3 പ്രാവശ്യം വീതം രാവിലെയും വൈകിട്ടും. ഇങ്ങനെ നമുക്കൊരു ഉഷാറില്ല, ജോലിക്ക് പോകാൻ തോന്നുന്നില്ല, ഭാര്യയോട് സംസാരിക്കാൻ തോന്നുന്നില്ല, ഭർത്താവിനോട് ഇഷ്ടക്കേട്, മക്കളോടൊരു ഒരു ഇഷ്ടക്കേട്, ദേഷ്യം, ഇങ്ങനെ നമ്മുടെ സ്വഭാവത്തിൽ അസ്വാഭാവികത വരുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റിയൊരു ദിക്റാണ്. എന്താണ്? സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് അൽ ഖല്ലാഖിൽ ഫആൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് കാണാം, ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് അൽ ഖല്ലാഖിൽ ഫആൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അല്ലാഹുവിൻ്റെ ഇസ്മുകൾ അല്ലേ, യാ ഖുദ്ദൂസ്, അതെ, അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അടങ്ങിയ ഒരു ദിക്റാണ്. അള്ളാഹുവിൻ്റെ ഇസ്മാണ്, ഇതൊരു ദിക്റാണ്, തസ്ബീഹാണ്, ഏത് ഗണപ്പെടുത്താം, ഇതൊരു ദുആയാണ്. അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് അൽ ഖല്ലാഖിൽ ഫആൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ 3 വട്ടം ഓതി നമ്മുടെ കൈകളിൽ ഓതി നമുക്ക് ശരീരത്തൊക്കെ തടവാൻ പറ്റുന്നതാണ്. വലിയ നേട്ടം നമുക്ക് കിട്ടുന്നതാണ്. ഇൻഷാ അല്ലാഹ് ആ കാര്യം മറന്നു പോകണ്ട. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. മുഹറം മാസത്തിലാണല്ലോ നമ്മളെല്ലാവരും ഉള്ളത്. മുഹറം മാസം മൊത്തം എടുത്തു നോക്കിയാൽ ഈ മുഹറം മാസത്തിൽ ഒരുപാട് മഹത്തുക്കൾ വഫാത്തായി പോയിട്ടുണ്ട്. മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയാൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹും അവിടുത്തെ കുടുംബവും കർബല എന്ന് പറയുന്ന ആ യുദ്ധത്തിൽ വെച്ച്, ആ സ്ഥലത്ത് വെച്ച് മഹാനവറുകളൊക്കെ മരണപ്പെട്ടു, ഷഹീദായി. അല്ലേ, വലിയൊരു സംഭവമാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന സമയത്തൊക്കെ നമുക്ക് പറയാത്. പിന്നെ അതുപോലെ തന്നെ വലിയ മുഫസ്സിറായിരുന്ന ഇമാം സ്വാവി, വലിയ ഫഖീഹായിരുന്ന ഇമാം മഹല്ലി, അതുപോലെ തന്നെ സഅദുദ്ദീൻ തഫ്താസാനി, അഹമ്മദ് കോയ ഷാലിയാത്തി, അതുപോലെ തന്നെ ഒരുപാട് മഹത്തുക്കൾ കേരളത്തിൻ്റെ അകത്തും പുറത്തും, ഇന്ത്യയിലകത്തും പുറത്തും, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് പണ്ഡിതന്മാരും മഹത്തുക്കളൊക്കെ മരണപ്പെട്ടു പോയ ഒരു മാസം കൂടിയാണ് ഈ മുഹറം മാസം. അതിൽ നമുക്ക് പേരെടുത്ത് നമുക്ക് പറയാൻ പറ്റുന്ന, നമുക്കൊക്കെ പരിചയമുള്ള ഒരു മഹാനായ കവരത്തി മുഹമ്മദ് ഖാസിം വലിയുല്ലാഹ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഖാസിം വലിയുള്ള എന്ന് നമ്മളൊക്കെ പറയാറുണ്ട് അല്ലേ. ഈ ലക്ഷദ്വീപുകാർക്ക് ഇദ്ദേഹത്തെ പരിചയമുണ്ട് അല്ലേ, എല്ലാ ദ്വീപുകാർക്കും പരിചയമുണ്ട്. നമുക്ക് കേരളത്തിലുള്ളവർക്കും ഇദ്ദേഹത്തെ പരിചയം ഇല്ലാതിരിക്കാൻ വഴിയില്ല, നമുക്കൊക്കെ പരിചയമുള്ള ആളാണ് ഖാസിം വലിയുള്ള. ഒരുപാട് കറാമത്തിൻ്റെ ഒരുപാട് മഹത്വങ്ങൾ വാരിക്കൂട്ടിയ ആളാണ് ഈ മഹാനായ ഖാസിം വലിയുള്ള. അദ്ദേഹത്തിൻ്റെ ചരിത്രം വിശാലമാണ്. ഇത് അറിയുന്നവർക്കും അറിയാത്തവർക്കൊക്കെ ഒരു ബർക്കത്തിനായിട്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം ചുരുക്കിനാണെന്ന് പറഞ്ഞു തരാം. മഹാനായ ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മുഹീദ്ദീൻ ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിൻ്റെ 12ാമത്തെ തലമുറയിലെ
മഹാനായ ഫത്തുഹുല്ലാഹിൽ ബാഗ്ദാദി എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ, അദ്ദേഹം 10-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ കർണാടകയിലെ അങ്കോലയിലെ ബർവാഡ എന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിച്ചത്. അദ്ദേഹത്തിന് 4 ആൺമക്കളുണ്ട്. ഏറ്റവും ഇളയ ആൺകുട്ടിയുടെ പേരാണ് സയ്യിദ് മൂസ വലിയുള്ള. ഈ സയ്യിദ് മൂസ വലിയുള്ള ആ ഭാഗത്തു നിന്നും ഹലീമ എന്ന് പറയുന്ന ഒരു സഹോദരിയെ, ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അപ്പം മൂസ വലിയുള്ളയും ഹലീമ ഈ ദമ്പതിമാരിൽ ആൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സയ്യിദ് മൂസ തങ്ങൾക്ക് ഭയങ്കര വിഷമമായി. അദ്ദേഹം ഒരുപാട് ദുആ ചെയ്തു, ഒരുപാട് ദിക്റുകൾ പറഞ്ഞു, എന്നിട്ടും ആൺകുട്ടി ഉണ്ടാകുന്നില്ല, മകനുണ്ടാകുന്നില്ല, മോനുണ്ടാകുന്നില്ല. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഹജ്ജിനായിട്ട് പോയി. ഹജ്ജൊക്കെ ചെയ്ത് അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത്, ഇദ്ദേഹം ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാണ്ഡക്കെട്ടുകൾ ഇങ്ങനെ, അന്നത്തെ വാഹനം ഏതാണ്, ആ വാഹനത്തിൽ കയറ്റിയിട്ട് ഇങ്ങനെ കപ്പൽ കയറാൻ വേണ്ടി വരുന്ന സമയത്ത് പുറകിൽ നിന്നും ഒരാൾ വിളിച്ചു, സയ്യിദ് മൂസ എന്ന് വിളിച്ചു. അദ്ദേഹം തിരിഞ്ഞു നോക്കി, പരിചയമില്ലാത്ത ആളാണ്, ഇതുവരെ കണ്ടുപരിചയമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എന്തോ ഒരു അസ്വാഭാവികത, വലിയൊരു എന്താ പറയുക, പ്രകാശം നിൽക്കുന്നത് പോലെ, അദ്ദേഹത്തിന് എന്തോ ഒരു കഴിവുണ്ട് എന്ന് ഈ സയ്യിദ് മൂസ തങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ചോദിച്ചു, എന്താ നിങ്ങളുടെ മനസ്സിലെ വിഷമം? ഈ ആഗതനായ ഈ മനുഷ്യൻ സയ്യിദ് മൂസ തങ്ങളോട് ചോദിച്ചു. സയ്യിദ് മൂസ തങ്ങൾ പറഞ്ഞു, എനിക്ക് ആൺകുട്ടികളില്ല, കല്യാണം കഴിഞ്ഞിട്ട്, വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി. ആ സമയത്ത് ഈ മനുഷ്യൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ സഞ്ചിയിൽ നിന്നും 2 ചെറിയ ധാന്യമണി എടുത്തിട്ട് സയ്യിദ് മൂസ തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് 1 നിങ്ങൾ കഴിക്കണം, 1 നിങ്ങളുടെ ഭാര്യയ്ക്കും കൊടുക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഒരു ആൺകുട്ടി ഉണ്ടാകും. ആ ആൺകുട്ടിയുടെ പേര് മുഹമ്മദ് ഖാസിം എന്ന് നിങ്ങൾ നാമകരണം ചെയ്യണം. എന്നിട്ട് ആ ആഗതനായ മനുഷ്യൻ പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പിന്നീടാണ് സയ്യിദ് മൂസ തങ്ങൾക്ക് മനസ്സിലായത്, ആ വന്നതും ആ ധാന്യം തന്നതും ആരാണ്? മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. എല്ലാ വർഷവും, ലോക അവസാനം വരെ എല്ലാ വർഷവും മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അതുപോലെ മഹാനായ ഇല്യാസ് നബി അലൈഹിസ്സലാം, ഈ 2 പ്രവാചകന്മാരാണ് ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാർ. ഇന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാർ, 1 ഖിളിർ നബി, 2 ഇല്യാസ് നബി. ഈ 2 പേരും എവിടെ? ഹജ്ജിനായിട്ട് എല്ലാ വർഷവും മക്കത്ത് വരുമെന്നാണ്. അങ്ങനെയാണ് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഈ ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം സന്തോഷമായി നാട്ടിലേക്ക് വന്നു. ഈ ധാന്യം അദ്ദേഹം കഴിച്ചു, ഭാര്യയും കഴിച്ചു. മാസങ്ങൾ കഴിഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സയ്യിദ് മൂസ തങ്ങളുടെ ഭാര്യ ഗർഭിണിയായി. ഹിജ്റ വർഷം 1039 ഒരു കുട്ടി ഇവർക്ക് ജനിക്കുകയാണ്. 1039 കുഞ്ഞിന്, ആൺകുട്ടിയാണ് ജനിച്ചത്, കുഞ്ഞിന് മുഹമ്മദ് ഖാസിം എന്ന് പേരിടുകയും ചെയ്തു. ചെറുപ്പത്തിൽ തന്നെ മഹാനവകളുടെ ഉമ്മ മരണപ്പെട്ട് പിന്നീട് ശേഷം പിതാവിൻ്റെ ശിക്ഷണത്തിലാണ് അദ്ദേഹം വളരുന്നത്. കുറേ നാൾ വാപ്പയുടെ കൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു, ഒരുപാട് വിജ്ഞാനങ്ങളൊക്കെ പഠിച്ചു. അങ്ങനെ ഒരു ദിവസം വാപ്പയുടെ വിയോഗമുണ്ടായി, വാപ്പയും മരണപ്പെട്ടു. പിന്നെ വാപ്പയും ഉമ്മയും ഇല്ല, പിന്നെയുള്ളത് കുറച്ച് ബന്ധുക്കളാണ്. അപ്പോൾ നല്ല ഒരു ഉസ്താദിനെ കണ്ടെത്തി കുറേ ഇൽമുകൾ കൂടി പഠിക്കണമെന്ന് മഹാനായ ഖാസിം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന് വലിയൊരു ആഗ്രഹം. അദ്ദേഹം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു, ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ചെന്നു. അവസാനം ആരോ ഒരാൾ പറഞ്ഞു, നിങ്ങൾ പറ്റുമെങ്കിൽ മക്കയിലേക്ക് പോവുക. മക്കയിൽ ചെന്നാൽ അവിടെ ഒരുപാട് ഷെയ്ഖന്മാരുണ്ട്, അപ്പോൾ ഏതെങ്കിലും ഒരു ഷെയ്ഖിനെ കണ്ടെത്തി നിങ്ങൾ അവിടെ എല്ലാ വിജ്ഞാനവും കിട്ടും എന്ന് ഒരാൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പിന്നീട് മക്കയിലേക്ക്, ചെറുപ്രായമാണ്, മക്കയിലേക്ക് പോവുകയാണ്. മക്കയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ആദ്യം കണ്ടത് വലിയൊരു ദർസാണ്, അതായത് ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഒരു ഉസ്താദിൻ്റെ അടുക്കൽ. അങ്ങനെ അദ്ദേഹം അവിടെ ചെന്നു നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, അവിടെ ഷെയ്ഖ് സയ്യിദ് മുഹമ്മദ് റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഇരുന്നു. അദ്ദേഹം മഹാനായ അഹ്മദ് അൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിൻ്റെ ആ ഒരു പരമ്പരയിൽ വരുന്ന അത്രമാത്രം ഒരുപാട് വിജ്ഞാനങ്ങളും ഒരുപാട് വിലായത്തിൻ്റെ പദവിയിലെത്തിയ ആളാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി മാറി വിശുദ്ധമായ ഖുർആൻ, തഫ്സീർ, ഹദീസ്, ഫിഖ്ഹ്, അഖീദ, മൻതിഖ്, മആനി, മഅരിഫത്ത് എല്ലാം പഠിച്ചു. എല്ലാ വിജ്ഞാനങ്ങളും വേഗത്തിൽ സ്വായത്തമാക്കി. അതോടൊപ്പം തന്നെ ഖാദിരിയ, റിഫായിയ, ചിശ്തിയ, സുഹ്റവർദിയ തുടങ്ങി 4 ത്വരീഖത്തുകളുടെ ഇജാസിയത്തും മഹാനവറുകൾ വാങ്ങുകയാണ്. ശേഷം പിന്നീട് നാട്ടിലേക്ക് മടങ്ങി വന്നു. മഹാനായ ഖാസിം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അങ്ങനെ ഒരു യുവാവായി അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി വരികയാണ്. പായ്ക്കപ്പലിലാണ് വരുന്നത്. ഈ പായ്ക്കപ്പലിൽ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ, കറാമത്തുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വെളിവായിട്ടുണ്ട്. ശക്തമായ കാറ്റടിച്ചു വീശി ഒരു നിമിഷം
ഇനി ഉണ്ടാവില്ല എന്ന് അവിടെയുള്ള കപ്പലിൽ ഉള്ള ആളുകളൊക്കെ കരുതിയ സമയത്ത് പോലും പിന്നീട് ഒരു പ്രയാസമില്ലാത്ത രൂപത്തിൽ കാറ്റേ അടങ്ങുക എന്നുള്ളൊരു വാക്ക് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. കാറ്റ് ശാന്തമായി. അതോടൊപ്പം തന്നെ പായ്ക്കപ്പലിൽ ഉള്ള ആളുകൾക്ക് കുടിക്കാനും അതുപോലെ വുളു എടുക്കാനൊക്കെ വെള്ളം തീർന്നു പോയ സമയത്ത് കടലിൽ നിന്നും നിങ്ങൾ വെള്ളം എടുക്കുക എന്ന് പറഞ്ഞു. ആളുകൾ കടലിൽ നിന്നും വെള്ളമെടുത്തു. ഉപ്പുരസം തീരെ ഉണ്ടായില്ല, ശുദ്ധജലം കിട്ടി. ഇങ്ങനെ ഒരുപാട് കറാമത്തുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ കപ്പൽ കണ്ണൂരാണ് എത്തിയത്. കണ്ണൂരെത്തി. പിന്നീട് അദ്ദേഹം കണ്ണൂരിൻ്റെ പരിസരത്ത് ഒരുപാട് നാൾ താമസിച്ചിരുന്നു. അവിടെ ഒരുപാട് കറാമത്തുകൾ അദ്ദേഹത്തിൽ നിന്നും പ്രകടമായി. വുളു എടുക്കുന്ന സമയത്ത് വെള്ളം അദ്ദേഹം ഇങ്ങനെ മുകളിലേക്ക് എറിയുന്നത് കുറച്ച് ആളുകൾ കണ്ടു. എന്താ നിങ്ങൾ മുകളിലേക്ക് വെള്ളം എറിയുന്നത്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ലക്ഷദ്വീപിൽ അവിടെ ഒരു വീടിന് തീ പിടിച്ചിട്ടുണ്ട്, അത് അണച്ചതാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആളുകൾക്കൊക്കെ എന്താണ് ഇദ്ദേഹം എന്തായി പറയുന്നത്, ഒരു കളിയാക്കൽ പോലെ, ഒരു പരിഹാസം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ദ്വീപിൽ നിന്നും കുറച്ച് ആളുകൾ കണ്ണൂരിലേക്ക് വന്നു. അവരോട് തിരക്കിയപ്പോൾ അവർ പറഞ്ഞു, ശരിയാണ്, ഞങ്ങളുടെ നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തൊരു വീട് കത്തി, ആരോ വന്ന് ഒരാൾ അണയ്ക്കുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്നൊക്കെ അവരിങ്ങനെ കറാമത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരുപാടുണ്ട് മഹാനായ ഖാസിം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സറഹുൽ അസീസിനെ പറ്റി പറയാൻ. അപ്പോൾ അദ്ദേഹം വഫാത്തായ ഒരു മാസമാണ് ഈ മുഹറം മാസം. അറക്കൽ രാജവംശവും മഹാനായ ഈ ഖാസിം വലിയുല്ലാഹ്ക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ നേതൃത്വത്തിൽ മഹാനവറുകൾ പിന്നീട് ലക്ഷദ്വീപിലേക്ക് വരികയാണ്. ലക്ഷദ്വീപിലെ കൽപ്പേനി, കവരത്തി, അതുപോലെ തന്നെ ഒരുപാട് ദ്വീപുകൾ, ആന്ത്രോത്ത്, അഗത്തി ദ്വീപുകളിലൊക്കെ ഒരുപാട് ദീനി പ്രവർത്തനങ്ങൾ, ദീനി ദഅവത്തുകൾ അദ്ദേഹം നടത്തി. അതുപോലെ തന്നെ അദ്ദേഹം ഹുജറത്ത് പള്ളി എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. ദ്വീപുകാരായ സഹോദരിമാരും സഹോദരങ്ങളും എൻ്റെ ഈ ഒരു ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാവും. ഹുജറത്ത് പള്ളി എന്നൊരു പള്ളിയുണ്ട് അല്ലേ, വലിയ പ്രശസ്തമായ പള്ളി, ഒരുപാട് കറാമത്തുള്ള പള്ളിയാണ്. പിന്നീട് അദ്ദേഹം കവരത്തിയിൽ വന്ന് അവിടെ താമസമാക്കി. ശേഷം മഹാൻ അവിടെ വെച്ച് ആയിഷ ബീവി എന്നുള്ള ഒരു സഹോദരിയെ വിവാഹം കഴിച്ചു. വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് സന്താനങ്ങൾ പിറന്നു. കവരത്തിയിൽ കാക്കകളില്ലല്ലോ അല്ലേ, ലക്ഷദ്വീപിൽ മൊത്തത്തിലുണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊരു അറിയില്ല. കവരത്തിയിൽ കാക്കകളില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അത് ഇദ്ദേഹത്തിൻ്റെ ഒരു കറാമത്താണെന്നാണ് പറയുന്നത്. അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് തലപ്പാവിൽ കാക്ക കാഷ്ടിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതൊക്കെ കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് നിസ്കാരത്തിൻ്റെ അവ്വല് വക്കത്ത് കുറച്ചൽപ്പം പിന്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഈ കവരത്തിയിൽ കാക്ക വേണ്ടാന്ന് പറഞ്ഞു എന്നാണ്. പിന്നീട് അവിടെ കാക്കകൾ വന്നിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ കറാമത്തായിട്ട് നമുക്ക് പറയുന്നത് കാണാം. അതുപോലെ തന്നെ ഒരു സ്ത്രീ പ്രസവ വേദന കൊണ്ട് അവരിങ്ങനെ ഒരുപാടിങ്ങനെ കരയുന്നു, നിലവിളിക്കുന്നത് കേട്ടപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, ഓ എന്തൊരു വേദനയാണത് അല്ലേ, ഇനി പ്രസവ വേദന വേണ്ട എന്ന് അദ്ദേഹം പറയുകയും അതിനുശേഷമുള്ള അവിടെയുള്ള സ്ത്രീകൾക്ക് പ്രസവത്തിൻ്റെ വേദന വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ അത് വെറുതെ അല്ല, അദ്ദേഹം പറയുന്ന ചില വലായിഫുകളൊക്കെ പൂർത്തിയാക്കണം. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമാണ് അങ്ങനെ കിട്ടുക. മാത്രമല്ല ഇന്നും അദ്ദേഹത്തിൻ്റെ മഖബറയിൽ നിന്നൊക്കെ വെള്ളം കുടിക്കാൻ കൊണ്ടുവരുന്നുണ്ട്. പ്രസവം നടക്കുന്ന സ്ത്രീകൾക്ക് വേഗത്തിൽ സുഖപ്രസവം നടക്കാനും അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങളൊക്കെ മാറാനും ആളുകളൊക്കെ ആ വെള്ളം കുടിക്കാറുണ്ട്. ഹിജ്റ 1140 മുഹറം 10 അദ്ദേഹം വഫാത്തായത്, ചൊവ്വാഴ്ച ദിവസമായിരുന്നു. ഇങ്ങനെ ഒരുപാട് മഹത്തുക്കൾ വഫാത്തായ ഒരു മാസം കൂടിയാണ് ഈ മുഹറം മാസം. അപ്പോൾ മുഹറം മാസത്തിന് ഒരുപാട് നേട്ടങ്ങളും ശ്രേഷ്ഠതകളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് സഹോദരിമാർ ദുആ കൊണ്ട് വസിയത്ത് പറയുന്നത് ഗർഭിണികളാണ്. സുഖപ്രസവം ഉണ്ടാവും. ഇപ്പോൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസമായി, 4 ആയി, 5 ആയി, 6 ആയി, അടുത്ത ആഴ്ച ഡേറ്റ് ആണ്. അതുപോലെ പ്രസവിച്ച് കഴിഞ്ഞു, കുട്ടിയൊക്കെ റാഹത്താണ്, അൽഹംദുലില്ലാഹ്. അങ്ങനെ ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാ ഉമ്മമാർക്കും എല്ലാ സഹോദരിമാർക്കും, അതായത് ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് ഉള്ള അവസ്ഥയിലുള്ള എല്ലാ സഹോദരിമാർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും റാഹത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ ഗർഭിണികളായ സഹോദരിമാരോടൊക്കെ പറയാനുള്ളത്, അല്ലെങ്കിൽ ക്ലാസ് കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെ വിശേഷമായിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ പറയണം, എല്ലാ ദിവസവും സൂറത്തുൽ ഇൻഷിഖാഖ് ഇദ സമാഉൻ ഷഖ്ഖത് വഅദിനത് ലിറബ്ബിഹാ വഹുഖ്ഖത് എന്ന് പറയുന്ന സൂറത്തുൽ ഇൻഷിഖാഖ് അതെന്തായാലും എല്ലാ ദിവസവും മഗ്രിബിന് ശേഷം ഓതണം. കാരണം ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അതുപോലെ നമ്മുടെ കാലാവസ്ഥയൊക്കെ കൊണ്ട് പലപ്പോഴും അബോഷനായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലെങ്കിൽ ജനിക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു കാലത്തുള്ളൂ. കാരണം നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ അങ്ങനത്തെ ഭക്ഷണങ്ങളാണ്, ഒരുപാട് വിഷാംശങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും ഉള്ളിൽ ചെല്ലുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കുട്ടികൾക്കൊരു പ്രയാസമില്ലാതിരിക്കാൻ, കുട്ടിക്കൊന്നൊരു പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടി സൂറത്തുൽ ഇൻഷിഖാഖ് എല്ലാ ദിവസവും ഓതാൻ എല്ലാ സഹോദരിമാരോടും ഈ പ്രസവവുമായി ബന്ധപ്പെട്ട എല്ലാ ഗർഭിണികളായ ആളുകളോടൊക്കെ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ
യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അതുപോലെ തന്നെ യാ മുസവ്വിറു യാ അല്ലാഹ് എന്ന അല്ലാഹുവിൻ്റെ ഇസ്മ യാ മുസവ്വിർ, അല്ലേ, രൂപീകരിക്കുന്നവനെ, രൂപകൽപ്പന നടത്തുന്നവനെ, എൻ്റെ കുട്ടിക്ക് നല്ല സൗന്ദര്യം, നല്ല ആരോഗ്യം, നല്ല സ്വഭാവം ഒക്കെ ഉണ്ടാവണം. അപ്പോൾ അതൊക്കെ മനസ്സിൽ കരുതിയിട്ട് യാ മുസവ്വിറു യാ അല്ലാഹ് എന്ന ഇസ്മ ഓരോ ഗർഭിണികളായ സഹോദരിമാരും പറയൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഗർഭിണികളായ സഹോദരിമാർ വിശുദ്ധമായ ഖുർആൻ കേൾക്കുക, ഖുർആൻ ഓതുക, അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുക, നല്ല നല്ല കാര്യങ്ങൾ പറയുക, മനസ്സിൽ മോശം ചിന്തിക്കാതിരിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അതൊക്കെ വലിയ ഖൈറാണ്, ബറക്കത്താണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിവാഹം പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ഖൈറായ ഇണകളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. ഖൈറായ മക്കളെ പഠിച്ചവൻ അവർക്ക് കൊടുക്കുമാറാവട്ടെ. നമുക്ക് നൽകിയിട്ടുള്ള മക്കളിൽ അല്ലാഹു തആല ബറക്കത്തും സലാമത്തും റാഹത്തും നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഖൈറായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നൽകിയിട്ടുള്ള മക്കളിൽ അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അല്ലാഹു തആല മാറ്റിത്തരുമാറാവട്ടെ. എല്ലാവരും പരസ്പരമൊക്കെ എല്ലാവർക്കും വേണ്ടിയൊക്കെ ദുആ ചെയ്യുക. മുഹറം മാസമാണ്, അതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വമൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല ഇബാദത്തിലായി കഴിഞ്ഞുകൂടുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും വലിയ സലാമത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, റാഹത്തിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾക്ക് പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എത്രയോ ദുആ വസിയത്താണ്. അല്ലാഹു തആല എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫാവ് കൊടുക്കുമാറാവട്ടെ. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും റാഹത്തും ഏറ്റമേറ്റം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.